എല്ലാവർക്കും DK വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന നല്ലൊരു പാൽക്കപ്പയാണ്. അതിന് വേണ്ടിയിട്ട് 2 കിലോളം കപ്പ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പാൽക്കപ്പയുടെ കോമ്പിനേഷനായിട്ട് നല്ലൊരു അയലക്കറിയും വയ്ക്കുന്നുണ്ട്. അപ്പോൾ കപ്പ നമ്മൾ മണ്ണെല്ലാം കളഞ്ഞ് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഈ ഷേപ്പിനൊന്ന് അരിഞ്ഞ് കൊത്തി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അത് ക്ലീനാക്കി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു കലത്തിലേക്ക് ഞാൻ വയ്ക്കുന്നുണ്ട്. അങ്ങനെ നല്ല ഏതൊരു ചെണ്ടമുറിയാൻ വെക്കണം. നമ്മൾ കപ്പ ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കണ ഭാഗത്തിനാട്ടോ അരിഞ്ഞത്. പിന്നെ എന്നിട്ട് കുത്തി അരിയാൻ നല്ല എളുപ്പമുണ്ടാവും ഇങ്ങനെ അരിയുമ്പം. എന്നിട്ട് ഞാൻ അതിനെ എൻ്റെ ഭാഗത്തിന് തന്നെ എടുത്തിട്ട് ആ ചെറിയ കഷ്ണങ്ങളാക്കി അതിനെ ചെറുതായിട്ട് ഞാൻ ഇതുപോലെ കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് നുറുക്കി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ സാധാരണ കടുക് വറുക്കാൻ എടുക്കുമ്പോഴൊക്കെ ഈ പരുവത്തിനല്ലേ അരിയുന്നത്, ആ ഒരു പാകത്തിന് അരിഞ്ഞാൽ മതി. എന്നിട്ട് പിന്നെ ഞാനത് കുക്കറിലേക്ക് നന്നായിട്ട് എടുത്തിട്ട് ഇച്ചിരി കുറച്ച് വെള്ളം ഒഴിച്ച് നെകയ്ക്ക വെള്ളം ഒഴിക്കുന്നുണ്ട്. ഉപ്പും ഇട്ട് കുക്കറിൽ വേകാൻ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നന്നായിട്ട് തേങ്ങ ചിരണ്ടി ഒരു തേങ്ങയും ഒരു ഒന്നര മുറി എന്ന് പറയുമ്പോൾ ഒരു തേങ്ങയും ഒരു അരമുറിയും കൂടെ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് അരച്ച് അതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് ഇതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ചുവന്നുള്ളി തൊലിയൊക്കെ കളഞ്ഞ് അതിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ചേർക്കാൻ വേണ്ട കേട്ടോ അരച്ച്. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഞാൻ പച്ചമുളകോ കാന്താരി മുളകോ ഇഷ്ടമുള്ളത് ചേർക്കാം. ഞാൻ കാന്താരി ഉണ്ടായിരുന്ന കാരണം കാന്താരിയാണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ ചുവന്നുള്ളി നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഒഴിക്കാനായിട്ട്, അവസാനം താളിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിൻ്റെ കൂടെ വറ്റൽമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കപ്പ ഇതുപോലെ ഞാനൊരു പാത്രത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉടച്ച് വെച്ച് ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ശരിക്കും വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ തവിയിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒത്തിരി ഉടച്ചിട്ടൊന്നുമില്ല, കാരണം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന രണ്ടാം പാൽ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ കപ്പിലേക്ക് രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കിടന്ന് നന്നായിട്ട് ഇതൊന്ന് വെന്ത് കുറുകി കഴിയുമ്പോഴേക്കാണ് ഞാൻ പിന്നീട് രണ്ടാമത്തെ പാൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വേകാനായിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു ക്രീമി പരുവായിട്ടുണ്ട്, കാരണം കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലൊരു പരുവനായി കഴിയുമ്പോഴേക്കും ഒന്ന് ജസ്റ്റ് കുറുകി കഴിയുമ്പോഴേക്കും നമുക്ക് മറ്റേ മുളകും കാന്താരി മുളകും ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടി ഇടിച്ച ഒരു കൂട്ടാണിത്. ഇതെടുത്തിട്ട് കപ്പയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതൊന്ന് കുറുകി കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഇളക്കിയൊക്കെ ഒന്ന് കൊടുത്തു കഴിയുമ്പോൾ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണം നമ്മൾ ആ ഇടിച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും മറ്റേ കാന്താരി മുളകും കൂടെ ഇടിച്ച് നമ്മൾ കൂട്ടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് ഇട്ടതിന് ശേഷം ഇതിപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഞാൻ ചുവന്നുള്ളിയൊക്കെ ഏറെ എടുത്ത കാരണം ഇപ്പം നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ അളവ് കണ്ടൻറ്റ് കൂടുതലായിരുന്നല്ലോ. അപ്പം ഞാൻ ഈ എടുത്ത ഉള്ളിയുടെ അളവൊക്കെ കൂട്ടിയാണ് എടുത്തത്. കാരണം ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പാകത്തിനാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. പ്രത്യേകിച്ച് വലിയ പാടൊന്നുമില്ല. പാൽക്കപ്പ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഞാനിത് നമ്മൾ എന്നാ പറയുന്നത്, ഇത്തിരി കൂടുതൽ ഉണ്ടാക്കിയ കാരണം ഇത്തിരി വലിയ പാത്രത്തിലേക്ക് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം സിമ്പിളാണ് ഉണ്ടാക്കാൻ. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മുടെ ഒന്നാം പാൽ എടുത്ത് വയ്ക്കുന്നുണ്ട്, ആദ്യം പിഴിഞ്ഞ പാൽ. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല കൊഴുത്ത പാലാണല്ലോ, തേങ്ങാപ്പാൽ. രണ്ടാം പാൽ അത് കഴിഞ്ഞെടുക്കുന്ന കാരണം രണ്ടാം പാലിന് പൊതുവെ കൊഴുപ്പ് കുറവായിരിക്കുമല്ലോ. അപ്പോൾ അത് കിടന്ന് വെന്തൊന്ന് കുറുകിയതിന് ശേഷമാണ് നമ്മളിപ്പം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി അതും ഒന്ന് ജസ്റ്റ് ഇപ്പം പാലേറെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ജസ്റ്റ് അതൊന്ന് കുറുകി ഇനിയിപ്പോൾ വരണം. ചൂടായതുകൊണ്ട് ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് ചൂടാവുകയും വേണം കേട്ടോ. ചൂടാവുമ്പം അതൊന്ന് തണുത്തതിന് ശേഷം അതൊന്നും കൂടെ കുറുകി നല്ല പാകത്തിനാകേണ്ടതാണ്.
ഇതിപ്പോൾ ചൂടായത് കാരണം ഇങ്ങനെ ജസ്റ്റ് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ കുറുകി ഒന്ന് വരാനായിട്ട്. അപ്പം അതിൻ്റെ നമ്മുടെ കാന്താരിയുടെ ആ എരിവും ചുവന്നുള്ളിയുടെ ആ ഒരു ഇതും ടേസ്റ്റ് ഫ്ലേവർ എല്ലാം കൂടി നമുക്ക് കപ്പയിലേക്കും കൂടെ പിടിച്ച് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കറിവേപ്പില നമ്മൾ താളിക്കുമ്പോഴേ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഉപ്പ് ഇച്ചിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കിയപ്പം ഉപ്പിട്ടിട്ടില്ലായിരുന്നു, ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇച്ചിരി ഉപ്പ് ഒഴിച്ച് കൊടുത്തു. വീണ്ടും ഞാൻ കപ്പ വേവിച്ചപ്പോൾ ഉപ്പിട്ടായിരുന്നു കേട്ടോ വേവിച്ചത്. എന്നാലും ഉപ്പ് പാകത്തിനാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചപ്പോഴേക്കും ഇച്ചിരി ഉപ്പും കൂടെ വേണമായിരുന്നു. ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇപ്പം. ഇനി ഇതിലേക്ക് നമ്മൾ മറ്റേ താളിച്ചൊഴിക്കാനായിട്ട് ആ ഒരു കൂട്ട് നമ്മൾ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നൊരു നാടൻ ഫ്ലേവർ വരാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കുറച്ച് ചുവന്നുള്ളിയും ആദ്യം വറ്റൽമുളക് ഇടുന്നുണ്ട്. വറ്റൽമുളക് ഇട്ട് ഒന്ന് മൂപ്പിച്ച് കഴിയുമ്പോഴേക്കും വറ്റൽമുളക് നന്നായിട്ടൊന്ന് ഒരു മുരിഞ്ഞ് വരുമല്ലോ, നല്ലൊരു ഡാർക്ക് കളർ വരും. എന്നിട്ട് പിന്നെ ചുവന്നുള്ളി ഇടുമ്പോഴേക്കും ചുവന്നുള്ളിക്ക് നല്ല സമയമെടുക്കും. എന്നാലും കനം കുറച്ച് അരിഞ്ഞേക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ അത് മൂത്ത് കിട്ടും കേട്ടോ. ഞാൻ ആദ്യം മുളകിട്ടത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഉള്ളി ഇട്ടിട്ട് പിന്നീട് മുളക് ഇടുമ്പോൾ മുളക് ഇങ്ങനെ ശരിക്കും മൂക്കാത്തൊരു ഫീല് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കാരണം ഞാൻ ആദ്യം തന്നെ മുളക് ഇട്ടിട്ട് ഇങ്ങനെ ഉള്ളി ഇടാൻ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ശരിയാണോ എന്നറിയില്ല, ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ചുവന്നുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ആ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ഗോൾഡൻ കളറായി കഴിയുമ്പം കരിഞ്ഞു പോകാനും പാടില്ല. ഗോൾഡൻ കളറായി കഴിയുമ്പം നമ്മുടെ ഈ താളിപ്പെടുത്ത് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കറിവേപ്പില ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കറിവേപ്പില നമ്മളത് വേവിക്കണ സമയത്തൊന്നും ഞാൻ കറിവേപ്പില ഇട്ടില്ല. കടുക് വറുത്തൊഴിക്കുന്ന സമയത്താണ് ഇപ്പം ഇത് ഇടാനായിട്ട് പോകുന്നത്. അപ്പം കറിവേപ്പില ഇട്ടു. അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഗോൾഡൻ കളർ ആകുന്നിടം വരെ കാര്യം കനം കുറഞ്ഞ് അരിഞ്ഞെന്ന് പറഞ്ഞാലും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് ഒരു ഇച്ചിരി സമയം എടുക്കും ഈ ചുവന്നുള്ളിയൊക്കെ ഒന്ന് നിറം മാറി വരണമെങ്കിൽ. പിന്നെ നമ്മൾ തീ കുറച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഒത്തിരി കൂട്ടിയിട്ടാലും ആളി കത്തിപ്പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത് കാരണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ഇപ്പം നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. എല്ലാ ഭാഗവും എല്ലാ ചുവന്നുള്ളിയും ഒരുപോലെ നമ്മുടെയൊക്കെ മൂത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരേപോലെ കനം കുറച്ച് നമ്മൾ അരിയണം. അപ്പം ഞാൻ അങ്ങനെ തന്നെ അരിഞ്ഞെടുത്തേക്കുന്നത്. ഇപ്പം എന്തായാലും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് നമ്മുടെ പാൽക്കപ്പയിലേക്ക് അതൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതാണ് പാൽക്കപ്പ കുറുകിയിരിക്കണ പരുവം. ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒത്തിരി നീണ്ട് പോയിട്ടൊന്നുമില്ല കേട്ടോ, നല്ല പാകത്തിന് തന്നെയായിരുന്നു. ചൂടോടുകൂടി ആയതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ചൂടാറി ഒന്ന് കുറുകി ചൂടാറുമ്പോഴേക്കും ഇത് ഇച്ചിരിയും കൂടി ഒന്ന് കുറുകും. ഇനി ഇളക്കി കഴിയുമ്പോഴേക്കും ഈ താളിപ്പിൻ്റെ ഫ്ലേവർ എല്ലാം കൂടി കപ്പയുടെ എല്ലാ ഭാഗത്തും ചെന്ന് കഴിയുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ ചുവന്നുള്ളി വെളുത്തുള്ളി ഇല്ല കേട്ടോ, ചുവന്നുള്ളിയും വറ്റൽമുളകും ഒക്കെ ഇങ്ങനെ കറിവേപ്പിലയും കൂടെ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ മൂത്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. ഒരു സ്മെല്ല് പോലെ തന്നെയാണ് നമുക്ക് ഈ ഇതിലേക്ക് പാൽക്കപ്പയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ, ഒരു പ്രത്യേക ടേസ്റ്റ്. ഇങ്ങനെയാണ് നമ്മുടെ കപ്പയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു നമ്മൾ അയൽക്കറി വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ ഇഞ്ചി ഇടിച്ചിടാറാണ് പതിവ്. ഇന്ന് അമ്മച്ചി അരിഞ്ഞ് തന്നത് കാരണം അമ്മച്ചി ഇങ്ങനെ നീട്ടത്തി അരിഞ്ഞാണ് വെച്ചേക്കുന്നത്. അമ്മച്ചി അങ്ങനെ വെക്കാറ്. ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ ഇഞ്ചി ഇടിച്ചിടാറുണ്ട്. അപ്പോൾ അമ്മച്ചി അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇഞ്ചി എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ എണ്ണ ചൂടായപ്പം ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ 2-3 ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടിയതിന് ശേഷം എന്നും എല്ലാം മീൻകറി ഉണ്ടാക്കണ പോലെ തന്നെ നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു. പിന്നെ അതൊന്ന് വഴറ്റി വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്ത് നമ്മുടെ ചേരുവകൾ പച്ചമുളക് ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റിയെടുത്ത് അതിൻ്റെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം വേണം നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഇതിപ്പോൾ ഞാൻ പച്ചമുളകൊക്കെ ഇച്ചിരി കൂടുതലുണ്ടോ എന്നൊരു സംശയമുണ്ട്. കുഴപ്പമില്ല,
ഒരു 2, 3 എണ്ണം എങ്ങാണ്ട് അരിഞ്ഞ് വെച്ച കാരണം ഞാനത് അത്രയും എടുത്തിട്ടുണ്ട്. സാധാരണ ഒരു 2 പച്ചമുളകൊക്കെ ഞാൻ എടുക്കാറുള്ളൂ. എന്തായാലും അത്രയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി വയ്ക്കുന്നുണ്ട്. വഴറ്റി വെച്ച് ഇതിപ്പം പച്ചമുളകിന് വലിയ എരിവില്ലാത്തത് കൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമൊന്നും വരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ അത് മൊത്തം ഒന്ന് വഴറ്റി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതാണ് നമ്മുടെ മീൻ കറിയുടെ പൊടി ഐറ്റംസ്. അപ്പം മല്ലിപ്പൊടി ഇട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിട്ടു, മുളക് പൊടി ഇട്ടു, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേണം നന്നായിട്ട് നമുക്ക് ഈ കറി ഒന്ന് സെറ്റാക്കാൻ. അപ്പം മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, വഴറ്റി കൊടുക്കണം. അതിൻ്റെ ആ പൊടിയുടെയും പച്ചമണം എല്ലാം, ആ ഒരു പച്ച ഫ്ലേവറെല്ലാം മാറണം. പച്ചമണം എന്ന് പറയുന്നത് നമ്മൾ ആ ഇട്ട് കൊടുത്ത ഫ്രഷ് ഫീലെല്ലാം മാറി നല്ല ഡാർക്ക് കളറാണ് പൊടി. പെട്ടെന്ന് തന്നെ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പൊടി മൂക്കാതെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പം കറിക്കൊരു ജീവനുള്ള പോലെ തോന്നില്ല. ഒരു ലൈറ്റ് ഷെയ്ഡും ഒരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ട് കേട്ടോ. എണ്ണയിൽ ഇങ്ങനെ വഴറ്റി വെക്കുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം. ഞങ്ങളങ്ങനെ വെക്കുന്ന കാരണമായിരിക്കാം അമ്മയൊക്കെ വെച്ച് അങ്ങനെ ഞാൻ കൂടുതലും കൂട്ടിയേക്കുന്നത്. അപ്പം അങ്ങനെ നന്നായിട്ട് വഴറ്റി അതിലേക്ക് ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുടംപുളി ഞാൻ ഇന്ന് സോക്ക് ചെയ്ത് വെക്കാൻ മറന്നുപോയി. അപ്പോൾ അത് കാരണം ഞാൻ എക്സ്ട്രാ അല്ലാതെ കുടംപുളി ആഡ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി അതൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം അതിലേക്ക് ഞാൻ കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് തിളയ്ക്കണം. ചാറ് തിളച്ച് വന്നപ്പം ഞാൻ കഷ്ണം ഇട്ട് കൊടുത്തു. ഇനി അത് നന്നായിട്ട് തിളച്ച് വറ്റി കുറുകി വരണം. ഇങ്ങനെ ഒരു നന്നായിട്ട് നല്ലൊരു ഫ്ലേവർ വരുള്ളൂ. അപ്പം പാൽക്കപ്പ അല്ലാണ്ട് തന്നെ നമുക്ക് കോരി കഴിക്കാം. പിന്നെ കറികളൊന്നും വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് കറികളൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ എനിക്കിഷ്ടമാണ്. മീൻ കറി എന്നാലും മീൻ ഉണ്ടായിരുന്ന കാരണം മീൻ കറിയും വെച്ച് പാൽക്കപ്പയും ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കറിവേപ്പില എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് തന്നെ മീൻ കറിയിലേക്ക് പിന്നെ ഉപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പിൻ്റെ കുറവ് തോന്നിയ കാരണം ഞാൻ കുറച്ച് ഉപ്പ് ഒഴിച്ച് കൊടുത്തു. ഇനി അത് നന്നായിട്ടൊന്ന് വറ്റി വരണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി നന്നായിട്ട് ഇരുന്ന് വറ്റി കുറുകി വരുമ്പോഴേക്കും നന്നായിട്ട് ചാറ് വറ്റി വരുമ്പോഴേക്കും ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം, പച്ച വെളിച്ചെണ്ണ. അന്നേരമാണ് മീൻ കറിയുടെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടുക. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ അവസാനം തിള വറ്റി കഴിയുമ്പോഴേക്കും ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഞാൻ അതിലേക്ക് അതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് വറ്റാനായിട്ട് മീൻ കറി നന്നായിട്ട് വറ്റാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് മീൻ കറിയുടെ ലുക്ക് വരുന്നത്. നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. പിന്നെ തലേദിവസത്തെ മീൻ കറി ആണെങ്കിലാണ് ഒന്നുകൂടെ കുറുകി നല്ലൊരു ടേസ്റ്റ് ഇച്ചിരി കൂടെ കൂടുതൽ നിൽക്കുക. എന്തായാലും ഇന്ന് വെച്ചതായതുകൊണ്ട് ഈ ഒരു ലുക്കിലാണ് അത് വരുന്നത്. പിന്നെ അത് എടുത്തിട്ട് നന്നായിട്ട് എടുത്ത് പാൽക്കപ്പയിലേക്ക് എടുത്ത് നല്ല കുഴച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ അതിലേക്ക് പാൽക്കപ്പ എടുക്കുന്നുണ്ട് പ്ലേറ്റിലേക്ക്. അതിനായിട്ട് ഞാൻ പ്ലേറ്റ് എടുത്തു. അതിലേക്ക് നന്നായിട്ട് പാൽക്കപ്പ ഓരോ തവി ഇട്ട് കൊടുത്തു. പാൽക്കപ്പ ഒരു ക്രീമി കളറിലായിട്ടുണ്ട് കേട്ടോ, കുറുകിയിട്ട്. മുളകിൻ്റെ ഒരു കളറും മുളകിൻ്റെ കളറൊക്കെ കൂടിയതിൻ്റെയൊക്കെ ആയിട്ടൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്, നല്ലൊരു ക്രീം കളറായിട്ട്. എന്നിട്ട് പിന്നെ അതിലേക്ക് ഞാൻ മീൻ കറിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അയല വറുത്തതും വയ്ക്കുന്നുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് കുറേശ്ശെ എടുത്ത് കഴിക്കണം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. താങ്ക്